ഇന്നലെ ഇവിടെ നടന്ന അൻസാർ നന്മണ്ടയുടെ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അയാളുടെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഖബർ കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഖബർ കെട്ടിപ്പൊക്കൽ ശിർക്കാണ്, അത് വലിയ മഹാപാതകമാണ്, അതിപ്പോ ചെയ്യണോലെ സമസ്തക്കാരാണ്, അവിടെ സമസ്തക്കാർ ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയണത്. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കുബ്ബുള്ളത് എവിടെയാണെന്നും ആ ഹുബ്ബെന്ന് ഭരിക്കുന്നത് ആരാണെന്നുള്ളതും എത്രത്തോളം ഇബ്നു ബാസ്, നാസിറുദ്ദീൻ അൽബാനി അടക്കമുള്ള വലിയ വലിയ ഗ്രാൻഡ് മുഫ്തികൾ സഊദി ഭരിക്കുന്ന കാലത്തും ആ ഹുബ്ബ് അവിടെ ഉണ്ട്, ഇന്നും ആ ഹുബ്ബ് അവിടെ ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ ഇവിടെ നടന്ന പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കും. പ്രവാചകന്റെ നാവുകളിൽ മന്ത്രിച്ച അവസാനത്തെ വാക്കിങ്ങനെയായിരുന്നു, ആയിഷ ജനങ്ങളോട് പറയണേ, ആയിഷ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നേ ആയിഷ. ആയിഷ ബീവിയോട് അവസാന നബി തങ്ങൾ പറഞ്ഞ വാക്ക് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, യഹൂദി നസ്വാറാക്കൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അമ്പിയാക്കന്മാരെ ഖബറുകളെ പള്ളികളാക്കിയിരിക്കുന്നു. അപ്പൊ ഖബറുകളെ പള്ളികളാക്കിയ യഹൂദി നസ്വാറാക്കൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇവിടെ സുന്നികൾ ഒരു സുന്നിയും ഒരു ഖബർസ്ഥാനും പള്ളിയാക്കിയിട്ടില്ല. പള്ളി വേറെ, ഖബർ വേറെ. പള്ളി വേറെ, മഖ്ബറ വേറെ. പള്ളിയിലെ നിസ്കാരം മഖ്ബറന്റെ അടക്കലാണ്. അപ്പൊ മഖ്ബറയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന മഖ്ബറയെ പള്ളിയാക്കുന്ന ഒരു സാഹചര്യം യഹൂദി നസറാക്കൾക്കുണ്ടെങ്കിൽ അവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ് ആ ഹദീസിലുള്ളത്. പക്ഷെ ഇയാൾ പറഞ്ഞ അർത്ഥം അങ്ങനൊന്നുമല്ല. ഒന്ന് പറയട്ടെ. അവരെ ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ ആയിഷ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഔലിയാക്കൾ മരിക്കുമ്പോ ആ മരിച്ച ഖബറുകൾ കെട്ടിപ്പൊക്കി എവിടെയുള്ളത്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ എന്നോർത്ത് ഓടെ കെട്ടിപ്പൊക്കിയെന്ന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഖുൽ ഹുവല്ലാഹു അഹദ്, പെണ്ണുങ്ങൾ പള്ളി പോകണം എന്ന് തോന്നുന്ന മാതിരിയാണ് ഇപ്പത്. ഇത് കേൾക്കണോലും ഇത് സത്യം എന്ന് കരുതൂലേ? ഇന്നലെ ഇവിടെ നടന്ന പ്രസംഗമാണത്. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ എന്നോർത്ത് ഖബർ കെട്ടിപ്പൊക്കാന്ന് എവിടെയുള്ളത്? അങ്ങനത്തെ വാക്കനയിലില്ല. കാച്ചി വിടുക തന്നെയാണ്. ഖബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും ചെന്നിരുന്ന ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നേ. അങ്ങനെ ഖബറിന്റെ അടുത്ത് ആരെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ശപിച്ചിട്ടുണ്ട്. അത് നമ്മളും അംഗീകരിക്കുന്നു. അപ്പൊ ജൂത നസ്വാറാക്കൾ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്ത് ആ ഖബറുകൾ ആരാധിച്ച് അത് ആരാധനാ സ്ഥലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ശപിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇനി നമുക്കും തർക്കമില്ല. പക്ഷെ കെട്ടിപ്പൊക്കാന്നായി ഇതിന് ഹദീസിന് അർത്ഥം വെക്കട്ടെ. അങ്ങനെ അർത്ഥം ഇതിനില്ല. അത് പച്ചക്കളവാണ്. ബാക്കി ആ പറഞ്ഞു തീരുന്നതിന്റെ അവസാനം വീണ്ടും ആയിഷ ബീവിയോട് കണ്ണു നിറഞ്ഞു റസൂലുള്ള പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു, ആയിഷ ജനങ്ങളോട് പറയണം, ആയിഷ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും, ലോകത്തെ ഏറ്റവും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് നബിയാണ് മരിച്ചതെങ്കിൽ പോലും ആയിഷ അവരോട് പറയണം, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ പോലും കെട്ടിപ്പൊക്കരുത് എന്ന് പറയണം. നിങ്ങൾക്ക് സാധാരണ ഉംറക്ക് പോയവർക്ക് അറബി മനസ്സിലാവൂലേ? ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ലാ തജ്അൽ ഖബരി, എന്റെ ഖബറിനാക്കരുത്, വസനൻ യുഅബദ്, ആ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നതിന് അർത്ഥം. അതിന് മുമ്പ് വെച്ചെന്ത് കെട്ടിപ്പൊക്കരുത് എന്നാക്കി. പെണ്ണുങ്ങൾക്ക് ഇത് വല്ലതും തിരിയോ? ഇത് പെരുന്ന പെണ്ണുങ്ങൾക്ക് തിരിയില്ല, ശാസ്ത്രീയർക്കും തിരിയില്ല. അപ്പൊ ഇത് ഖബർ കെട്ടിപ്പൊക്കണെ പറ്റിയാലേ മൂപ്പരി ഓതിയ ഹദീസ് മുഴുവനും എന്ന് മനസ്സിലാക്കുള്ളൂ. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ, എന്റെ കാലശേഷം എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. സത്യം തന്നെയല്ലേ? അത് സത്യം തന്നെയല്ലേ? എന്നിട്ട് അത് പറയാ, എന്നിട്ട് ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന് പറയാ. എന്തിനാണ് ഈ ദുർവ്യാഖ്യാനം? നല്ല വയല് പറഞ്ഞാണ്ട് അവസാനം അതിന്റെ കൊളാക്കേണ്ട ആവശ്യമുണ്ടോ? ഉള്ളത് പറഞ്ഞൂടെ? ഇപ്പൊ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്നുള്ളതിന്റെ ശരിക്കും അർത്ഥം തന്നെ പറഞ്ഞാൽ എന്ത് കുഴപ്പമുള്ളത്? പക്ഷെ എന്ത് എങ്ങനെങ്കിലും കോട്ടി മാറ്റി ചക്കക്കൂട്ടാൻ വെച്ചിട്ട് സുന്നാള് മുശ്രിക്കാന്ന് വരുത്തി തീർക്കണം. അതിനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഉള്ളതുപോലെ മാത്രം പറയും. എന്തിനും നമ്മൾ ഈ കളവ് പറയണം? രണ്ട് മലക്കുകൾ നമ്മുടെ ശരീരത്തിലില്ലേ? ആ മലക്കുകൾ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, പറയുന്നതൊക്കെ മലക്കൾ രേഖപ്പെടുത്തുന്നില്ലേ? നല്ല വേദ പറഞ്ഞോളി നിങ്ങൾ, അതിന് നിങ്ങളെ പറ്റൂ. ഇങ്ങനെ ആയത്തും ഹദീസും മുറിവാക്കാനും ചെയ്യരുത്. തീർന്നിട്ടില്ല. ഞാൻ അടുത്ത് എന്റെ ഖബറിന്റെ അടുത്ത് ആരാധിക്കാൻ വരരുതെന്ന് പറയണം, എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയണം. ആരാണ് റസൂലുള്ളാഹിന്റെ ഖബറിൽ ആരാധിക്കാൻ പോണത്?
ആരാണ് റസൂലുള്ളാഹിന്റെ ഖബറത്ത് ആരാധിക്കാൻ പോകുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. സുന്നികളെ സംബന്ധിച്ച് നിങ്ങളുടെ ദുരാരോപണം അതാണ്, ഖബർ ആരാധന. ആരാധനല്ല സുഹൃത്തെ, ആദരവ് വേറെ, ആരാധന വേറെ. ഏത് മക്കാമിൽ ഒരാൾ ചെന്നാലും അവിടെ ആരാധനയില്ല. എന്നിട്ട് എന്ത് ചെയ്യാ? ഏതെങ്കിലും വിവരമില്ലാത്ത ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മക്ബറകളിൽ ആരെങ്കിലും എന്തേ ചെയ്യണത് കണ്ടാൽ അത് വീഡിയോ എടുത്തിട്ട് അത് CM മക്കാമിലേക്ക് വരവെക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മക്ബറകളിലും ഒരാളും ആരാധന നിർവഹിക്കുന്നില്ല. ആരാധന അള്ളാഹുവിനോട് മാത്രം. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. പിന്നെ അവിടെ നടക്കുന്നത് സിയാറത്താണ്, ആരാധന നടക്കുന്നില്ല. അപ്പൊ ആരാധന വേറെ, സിയാറത്ത് വേറെ. അത് രണ്ടും തിരിച്ചറിയാൻ കഴിയാത്തത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പച്ചയായി ഈ രൂപത്തിൽ ഖബറാരാധന നടത്തുന്നു എന്ന് നിങ്ങൾ പറയരുത്. എന്നാൽ സത്യത്തിൽ മോനെ 14 വരട്ടെ, ഹുസൈൻ സലഫി അയാള് നല്ല ബോധമുള്ള കാലത്ത് ഖബർ സിയാറത്തിനെ പറ്റിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം അദ്ദേഹം പറഞ്ഞതാണ് സത്യം. അദ്ദേഹം ഒന്ന് പറയട്ടെ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം? അത്ര തന്നെ ഉള്ളു. അവിടെ നിൽക്കുക. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. അവിടെ നിൽക്കുക. ഉള്ളത് പറയാലോ. ഖബർ ആരാധന. നിങ്ങൾ ആരെങ്കിലും സിയാറത്തിനോട് ആരാധിക്കാനാ പോകുന്നത്? അപ്പൊ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. ഓക്കെ, ബാക്കി നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ, മക്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? ഇപ്പൊ പിരാന്തി അമ്മക്കായി. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാം, ഖബറുകളൊക്കെ അടക്കൊന്ന് പോയി കണ്ടുകൂടേന്ന്. എന്നാ കാണാൻ പോയാലോ നിങ്ങൾ ഖബർ ആരാധന എന്ന് പറഞ്ഞ പഞ്ചറായ സൈക്കിൾ എടുത്ത് ബാക്കിൽ കൂടും ചെയ്യാം. അപ്പൊ ഖബറിന്റെ അരികിൽ പോയി സിയാറത്ത് ചെയ്യുന്നു. അത് സ്വന്തക്കാരായാലും മഹാരഥന്മാരായാലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നു. അവിടെ നിന്നാ മതി. ആരാധന എന്നുള്ളൊരു ലെവലിലേക്ക് പോകരുത്. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കലേന്. ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കലെന്ന് എപ്പോഴെങ്കിലും ഒന്ന് നോക്കിക്കൂടെ എന്താ അവിടെ ചെയ്യണമെന്നുള്ളത്? അതല്ലേ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. നബിനെ പ്രശ്നമില്ല. നബിതങ്ങൾ അങ്ങനെ സിയാറത്ത് പഠിപ്പിച്ചെന്നുകണമെങ്കിൽ അത് സിയാറത്തായിട്ട് കണക്കൂട്ടുക. അതിന്റെ അപ്പുറത്ത് ആരാധന എന്നൊരു പ്രയോഗം പ്രയോഗിക്കരുത്. അതുകൊണ്ട് നമുക്ക് 2 നേട്ടമില്ലേ പ്രിയമുള്ളവരെ? ഖബർ സിയാറത്ത് ചെയ്താൽ 2 നേട്ടമുണ്ട് നാം ഉപരി പറയണത്. ഏതാ 2 നേട്ടം പറയട്ടെ. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാഹ് ശാന്തി നൽകില്ലേ? അപ്പൊ എന്തേ ഉപരി പറഞ്ഞേ? സിയാറത്ത് ചെയ്യാൻ പോയാൽ സിയാറത്ത് ചെയ്താക്കും അതിന്റെ കൂലി കിട്ടും, ഖബറുള്ളാക്കും അതിന്റെ കൂലി കിട്ടും. അതന്നെയാണ് നടക്കുന്നത്. അതിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഞാളില്ലാത്ത നേരത്തെ വന്നോലും മതി. എന്നാൽ കുറച്ചാളെങ്കിലും എന്താ ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. നിങ്ങൾ പ്രച്ഛന്നവേശമായിട്ട് വന്നോളി. എന്നാൽ എന്താണ് അവിടെ നടക്കണമെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായാല് ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ നിങ്ങൾ നടത്തൂല. അപ്പൊ ഖബറുകൾ നടക്കുന്നത് സിയാറത്താണ്, ഖബറാരാധനല്ല. എന്നിട്ട് ബാക്കി അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഉണ്ടാകും. അതിനെയാണ് ചേർത്ത് ചെയ്യണത്. മരണചിന്ത ഉണ്ടാകാൻ തന്നെ ചേർത്ത് ചെയ്യണത്. അപ്പൊ നിങ്ങൾ പറയും ആരാധനയാണ് പറയും. ഖബർ കാണുമ്പോ ഞെട്ടാത്തവരായിട്ട് ആരാ ഉള്ളത്? നിങ്ങൾ മാത്രമാണ്, മുജാഹിദ് മാത്രമാണ് ഞെട്ടാത്ത. ബാക്കിയുള്ളവരൊക്കെ ഖബർ കാണുമ്പോ ഞെട്ടും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ബാബു സാറാണെങ്കിൽ തലവന്റെ വഴി തന്നെ ചെല്ലണം, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ആണോ അതിന്റെ സംഗതിയുള്ളൂ. സിയാറത്ത് ദ്വാരക്കണവർക്ക് അതിന്റെ കൂലി, ഖബറുള്ളവർക്ക് അതിന്റെ കൂലി. അവിടെ സിയാറത്ത് നടക്കുന്നു. അത് നബി തങ്ങളെ പ്രോത്സാഹിപ്പിച്ചതാണ്. എന്നിട്ട് നേരെ തിരിച്ച് ഖബറാരാധന എന്ന് വരുത്തി തീർക്കാൻ വസനൻ യുഅ്ബദ് എന്നതിന്റെ ദുർവ്യാഖ്യാനം എന്തിനു നമ്മൾ ചെയ്യണം? അങ്ങനെ ആരെങ്കിലും ഒരു മഖ്ബറയിൽ ചെന്നിട്ട് അവിടെ ആരാധന നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തടയാൻ ഞങ്ങളുണ്ടാകും. അവിടെ ആരാധന പാടില്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ പാടില്ല.